കാണുന്നില്ലേ സ്ക്രീന്? ഉണ്ട്. ഓക്കെ. സൈറ്റോകൈനസിസ് നമ്മൾ പറഞ്ഞ്, സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് പറഞ്ഞ്, ഇനി ആക്ച്വലി മിയോസിസും കൂടി ഉള്ളു. അപ്പൊ മിയോസിസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഓക്കെ, മിയോസിസിന്റെ വേറൊരു പേരാണ് എന്ത്? മിയോസിസിന്റെ വേറൊരു പേരാണ് എന്ത്? റിഡക്ഷൻ ഡിവിഷൻ. സോറി, റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസിന്റെ വേറൊരു പേരാണ് റിഡക്ഷൻ ഡിവിഷൻ. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ചാല്, മിയോസിസ് എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ. ഒരു സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് എന്താണ്? സെൽ ഡിവിഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്താണ്? ക്രോമസോം നമ്പർ ഹാഫ് ആവും. സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസ് എന്താണ്? ക്രോമസോം നമ്പർ ഇൻറ്റു എന്താണ്? ഹാഫ്. എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ആണ് ദാറ്റ് റെഡ്യൂസ് എന്താണ്? ക്രോമസോം നമ്പർ ഇൻറ്റു ഹാഫ്. അപ്പൊ ഇവിടെ നോക്കണേ, മിയോസിസിൽ എന്താ? മൈറ്റോസിസിൽ നമ്മൾ നേരത്തെ കണ്ട് 2n ആണ് പാരന്റ് എന്നുണ്ടെങ്കിൽ ഓഫ് സ്പ്രിങ് എന്തായിരിക്കും? 2n ഉം ആയിരിക്കും. ഇതാണ് എന്തില്? മൈറ്റോസിസിൽ നമ്മൾ കണ്ടത് അല്ലെ. ഇനി മിയോസിസിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാല്, പാരന്റ് 2n ആണെങ്കിൽ ഓഫ് സ്പ്രിങ് എന്തായിരിക്കും? n ആയിരിക്കും. ഇവിടെ തീരണില്ല, വീണ്ടും ഈ ഓഫ് സ്പ്രിങ് എന്ത് ചെയ്യും? ഡിവിഷൻ വരും. എന്നിട്ട് ഇങ്ങനെ അറ്റ് ദ എൻഡ് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാല്, ഒരു പാരന്റ് സെല്ലിന് എന്തുണ്ടാവും? 4 ഡോട്ടർ സെൽസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും സംഭവത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ ഫസ്റ്റ് ഹാഫ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മിയോസിസ് 1. ഈ ഹാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മിയോസിസ് 2. ഓക്കെ, ഇപ്പൊ മിയോസിസിൽ എന്തുണ്ട്? 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആണ് മിയോസിസ് 1, രണ്ടാമത്തെ സ്റ്റേജ് ആണ് എന്ത്? മിയോസിസ് 2. ഇനി ഈ മിയോസിസ് 1-ല് മിയോസിസ് 1-ല് എന്താ ഉണ്ടാവുക? മിയോസിസ് 1-ല് ക്രോമസോം നമ്പർ എന്താവും? ഹാഫ് ആവും. ക്രോമസോം നമ്പർ എന്താവും? ഹാഫ് ആവും. മിയോസിസ് 2-ല് ക്രോമോസോം നമ്പറിന് എന്ത് വരില്ല? പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. അപ്പൊ ക്രോമസോം നമ്പറിന് ചേഞ്ച് വരാത്തത് ഏതാണ് ശരിക്കും? മൈറ്റോസിസിലാണ് അല്ലെ. അപ്പോൾ മിയോസിസ് 2 ആക്ച്വലി റെപ്രസെന്റ് എന്താണ്? മൈറ്റോസിസ്. ഇവിടെ ക്രോമസോം നമ്പറിന് എന്താണ്? നോ ചേഞ്ച്. എന്താണ്? നോ ചേഞ്ച്. ക്രോമസോം നമ്പറിന് എന്തില്ല? ചേഞ്ച് ഇല്ല. ഓക്കെ, ഫസ്റ്റത്തേന് എന്താണ്? ക്രോമസോം നമ്പർ വിൽ റെഡ്യൂസ് ടു ഹാഫ്. മറ്റേന് എന്താണ്? ക്രോമസോം നമ്പറിന് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു സെക്കൻഡ്. ഇതൊരു 2n പാരന്റ് ആണ്. ഇതെന്ത് സംഭവിക്കും? മിയോസിസ് 1 വഴി എന്തുണ്ടാവും? റിഡക്ഷൻ ഡിവിഷൻ നടത്തി ക്രോമസോം നമ്പർ ഹാഫ് ആയിട്ട് എന്തുണ്ടാവും? 2n ഹാപ്ലോയിഡ് എന്തുണ്ടാവും? ഓഫ് സ്പ്രിങ് ഉണ്ടാവും. ഇതിൽ വീണ്ടും എന്ത് നടക്കും? വീണ്ടും പിന്നെ നടക്കുന്നത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. കാരണം എന്താണ്? ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് എന്ത്? മിയോസിസ് 1. ഇതാണ് എന്ത്? മിയോസിസ് 2. ഓക്കെ, ഇനി രണ്ടിലും എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇവന്റ്സും ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ പി മാച്ച്
വൺ ഉണ്ടാവും. പി മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. പ്രോഫേസ് വൺ ഉണ്ടാവും, മെറ്റാഫേസ് വൺ ഉണ്ടാവും, ആനാഫേസ് വൺ ഉണ്ടാവും, ടീലോഫേസ് വൺ ഉണ്ടാവും. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ എന്തുണ്ടാവും? ഇവിടെ പി മാറ്റ് ടു ഉണ്ടാവും. അതായത് പ്രോഫേസ് ടു, മെറ്റാഫേസ് ടു, ആനാഫേസ് ടു, ടീലോഫേസ് ടു. ഇതിന്റെ ഇടയിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ പി മാറ്റ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു സൈറ്റോകൈനസിസ് ഉണ്ട്. ഇവിടെയും എന്തുണ്ടാവും? ഒരു സൈറ്റോകൈനസിസ് വരും. അപ്പൊ ഇത്രയാണ് എന്ത് മിയോസിസിൽ വരിക. മിയോസിസ് 2 സ്റ്റേജ് ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 എന്താണ്? ക്രോമസോം നമ്പർ ഹാഫ് ആവും. 2 എന്താണ്? ക്രോമസോം നമ്പറിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ക്രോമസോം നമ്പറിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബിറ്റ്വീൻ മിയോസിസ് ആൻഡ് മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെയും ഇടയിൽ ഒരു ചെറിയ ബിറ്റ്വീൻ എന്താണ് മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 എന്താണ് ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനെ നമ്മൾ എന്ത് വിളിക്കാം? അതിനെയാണ് നമ്മൾ എന്താണ് ഇന്റർ കൈനസിസ് എന്ന് വിളിക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ കൈനസിസ് എന്ന് വിളിക്കും. മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെയും ഇടയിൽ ഒരു സ്റ്റേജ് നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ കൈനസിസ് എന്ന് വിളിക്കും. പിന്നെ ഇവിടെ മറക്കാതിരിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല് മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ് അല്ലെ? ക്രോമസോം നമ്പർ ഹാഫ് ആവും. അപ്പൊ ഇവരെവിടെ ടേക്ക് പ്ലേസ് ചെയ്യാം? ഇവര് ടേക്ക് പ്ലേസ് ഇൻ ഗാമേറ്റ് ഫോമിംഗ് സെൽസ്. മിയോസിസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ എവിടെയാണ്? ഗാമേറ്റ് ഫോമിംഗ് സെൽസ് അല്ലെ? എപ്പോ? ഡ്യൂറിങ് ഗാമറ്റോജനസിസ് അല്ലെ? ഗാമറ്റ് ഫോം ചെയ്യുമ്പോൾ ഗാമറ്റോജനസിസിലാണ് എന്തുണ്ടാവുക? മിയോസിസ് ടേക്ക് പ്ലേസ് ആവാം. അപ്പൊ എവിടെയാണ്? അതായത് ഫീമെയിലില് അതെവിടെ നടക്കാം? ഫീമെയിലില് ഓവറിയിലും, മെയിലിൽ എവിടെ നടക്കുക? മെയിലില് ടെസ്റ്റിസിലുമാണ് എന്ത് നടക്കുക? മിയോസിസ് നടക്കുക. മിയോസിസ് എവിടെ നടക്കുക? മിയോസിസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ഗാമേറ്റ് ഫോമിംഗ് സെൽസ് ഡ്യൂറിങ് എപ്പോ? ഗാമറ്റോജെനസിസ് നടക്കുമ്പോൾ ഗാമേറ്റ് ഫോമിംഗ് സെൽസിലാണ് എന്ത് നടക്കുക? മിയോസിസ് നടക്കുക. ഫീമെയിലാണെങ്കിൽ വേണ്ട, ഫീമെയിലാണെങ്കിൽ അത് ഓവറിയിലും, മെയിലാണെങ്കിൽ അത് എവിടെ നടക്കുക? ടെസ്റ്റിസിലുമാണ് നടക്കുക. ഓക്കെ. ഇനി ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാല് ഇതാണ് നമ്മുടെ മിയോസിസ് നടക്കുന്ന ഒരു സെൽ സൈക്കിൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമ്മൾ G1 ഉണ്ടാവും, S ഉണ്ടാവും, G2 ഉണ്ടാവും. ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക? ഇവിടെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, ആനാഫേസ് 1, ടീലോഫേസ് 1. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? സൈറ്റോകൈനസിസ് നടക്കും. അതിൻ്റെ ഇടയിൽ ഒരു സ്മോൾ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, ആനാഫേസ് 2, ടീലോഫേസ് 2. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് നടക്കും? സൈറ്റോകൈനസിസ് നടക്കും. ഇത് എഴുതിയാല് എത്രത്തോളം ക്ലിയർ ആവുന്ന എനിക്ക് അറിയില്ല, എന്നാലും നോക്കാം. ഇത് എന്താണ്? പ്രോഫേസ് 1, ഇത് മെറ്റാഫേസ് 1, ഇത് ആനാഫേസ് 1, ഇത് ടീലോഫേസ് 1. അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും? ഇവിടെ സൈറ്റോകൈനസിസ് നടക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഒരു ഇന്റർ കൈനസിസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ഇന്റർ കൈനസിസ് ഉണ്ട്. അതായത് എന്താണ്? മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെയും ഇടയിലുള്ളതാണ് ഇത് ഇന്റർ കൈനസിസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടാവാം? പിന്നെയും പ്രോഫേസ് 2, മെറ്റാഫേസ് 2, ആനാഫേസ് 2, ടീലോഫേസ് 2. അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും? സൈറ്റോ കൈനസിസ് നടക്കും. ഇവിടെ നമ്മുടെ എന്തൊക്കെയുണ്ട്? G1 ഉണ്ട്, S ഉണ്ട്, G2 ഉണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു മിയോസിസ് നടക്കണ സെൽ ഡിവിഷൻ. എന്തൊക്കെയാണ്? പ്രോഫേസ് 1 ഉണ്ട്, മെറ്റാഫേസ് 1 ഉണ്ട്, ആനാഫേസ് 1 ഉണ്ട്, ടീലോഫേസ് 1 ഉണ്ട്.
ഇത്രയും പാർട്ടാണ് എന്ത്, ഇത്രയും പാർട്ടാണ് എന്ത്, മിയോസിസ് 1. ഇതാണ് എന്ത്, മിയോസിസ് 1. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2, ഇത്രയും പാർട്ടാണ് എന്ത്, ഇതാണ് മിയോസിസ് 2. ഓക്കെ, ഇതാണ് എന്ത്, ഇതാണ് മിയോസിസ് 2. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മിയോസിസ് 1ലും മിയോസിസ് 2ലും സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. മിയോസിസ് 1ലും മിയോസിസ് 2ലും സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെയാ നടക്കുക നോക്കാം. ഇതുവരെ ഓക്കെ അല്ലേ? മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസ് ക്രോമസോം നമ്പർ ഇൻ ടു ഹാഫ്. 2 സ്റ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ൽ എന്താ നടക്കുക? ക്രോമസോം നമ്പർ ഹാഫ് ആവും. മിയോസിസ് 2ൽ ക്രോമസോം നമ്പറിന് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. ഇനി മിയോസിസ് 1ൽ നമ്മൾ നേരത്തെ കണ്ട എല്ലാതും നടക്കും. പ്രോഫേസ് 1 ഉണ്ടാവും, മെറ്റാഫേസ് 1 ഉണ്ടാവും, ആനാഫേസ് 1 ഉണ്ടാവും, ടീലോഫേസ് 1 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു സൈറ്റോകൈനസിസ് നടക്കും. പിന്നെ മിയോസിസ് 2 നടക്കും. അതിന്റെ ഇടയിൽ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? ഇവിടെ ബിറ്റ്വീൻ ദിസ് 2 ആണ് എന്ത്, ഇന്റർ കൈനസിസ്. 2 മിയോസിസിന്റെ ഇടയിലാണ് എന്തുള്ളത്, ഇന്റർ കൈനസിസ്. അത് കഴിഞ്ഞിട്ട് മിയോസിസ് 2 നടക്കും. അവിടെയും പ്രോഫേസ് 2, മെറ്റാഫേസ് 2, ആനാഫേസ് 2, ടീലോഫേസ് 2. എന്നിട്ട് എന്താണ്, സൈറ്റോകൈനസിസ് നടക്കും. അറ്റ് ദ എൻഡ് എന്തുണ്ടാവും? 4 ഡോട്ടർ സെൽസിനെ കിട്ടും. ഇവിടെ എന്താ ഉണ്ടാവുക? അറ്റ് ദ എൻഡ് 4 ഡോട്ടർ സെൽസ് ഉണ്ടാവും. അതെങ്ങനെ വരിക നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു മിയോസിസ് 1ന്റെയും 2ന്റെ ഇടയിലുള്ള ആ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഗ്യാപ്പിന് വെരി ഷോർട്ട് പീരീഡ് ആണ് നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ കൈനസിസ് എന്ന് വിളിക്കും. ഓക്കെ, മിയോസിസ് വിൽ ടേക്ക് പ്ലേസ് എവിടെയാണ് നടക്കുക? ഗാമേറ്റ് ഫോമിംഗ് സെൽസിലാണ് ഡ്യൂറിങ് ഗാമറ്റോജെനിസിസ്. ഫീമെയിലാണെങ്കിൽ ഓവറിയിലും മെയിലാണെങ്കിൽ എവിടെ നടക്കുക? ടെസ്റ്റിസിലുമാണ് എന്ത് നടക്കുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിംഗ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻക്ലൂഡ്സ് ദ ഫ്യൂഷൻ ഓഫ് എന്താണ്, 2 ഗാമേറ്റ്സ് അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓഫ് സ്പ്രിംഗ് എങ്ങനെ ഉണ്ടാവുക? മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് ഈച്ച് വിത്ത് എ കംപ്ലീറ്റ് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം. രണ്ടിനും എന്തുണ്ടാവും? ഒരു ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും. അതായത് നമ്മൾ ശരിക്കും എന്താണ്, നമ്മൾ 2N ആണ്. അപ്പൊ നമുക്ക് ഈ 2N കിട്ടണമെങ്കിൽ നമ്മളെ ഫാദറിന് ഒരു എന്നും മദറിന് ഒരു എന്നും കൂടി വന്നിട്ടാണ് എന്തുണ്ടാവുക? 2N കിട്ടുക അല്ലെ. ഇത് മൈറ്റോസിസ് ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫാദറിന് 2N മദറിന് 2N വന്നിട്ട് നമുക്ക് എന്താവും? 4N ആവും. അതെന്ത് ചെയ്യും? അങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണില്ല. ഹ്യൂമൻസിലുള്ള ക്രോമസോം നമ്പർ എന്തായിരിക്കണം? 46 ആയിരിക്കണം. 46 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും 46 ആണ് വേണ്ടത്. അപ്പൊ ഫാദറിന് 23യും മദറിന് 23യും കൂടി വന്നിട്ടാവണം എന്ത്? 46 ആവേണ്ടത് അല്ലെ. അപ്പോൾ ഈ 23 ആയത് എങ്ങനെയാണ്? മിയോസിസ് നടന്നിട്ട്. മിയോസിസ് നടക്കുമ്പോൾ റിഡക്ഷൻ ഡിവിഷൻ. ഫാദറിന്റെ ഗാമറ്റിൽ എന്ത് നടക്കും? മിയോസിസ് നടന്നിട്ട് 46 ആവും, മദറിന്റെയിലും നടന്നിട്ട് 46 ആവും. ഇനി അങ്ങനെ നടന്നിട്ടില്ല, അവിടെ മൈറ്റോസിസ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവിടെ 46, ഇവിടെ 46, ഇത് ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താവും? 92 ആവും അല്ലെ. അപ്പൊ എന്താണ് അത്? 4N ആയി. കണ്ടീഷൻ എന്തായി? 4N ആയി. അങ്ങനെ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണില്ല? എക്സിസ്റ്റ് ചെയ്യണില്ല. ഹ്യൂമൻസിന്റെ ക്രോമസോം നമ്പർ എപ്പോഴും എന്തായിരിക്കണം? 46 ആയിരിക്കണം. അപ്പോ എന്താണ് അതിന് വേണ്ടിയിട്ട് എന്താണ് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവിഷൻ ആണ് ഇത്, റിഡക്ഷൻ ഡിവിഷൻ. ഇവിടെ ഗാമേറ്റ്സ് ആർ ഫോംഡ് ഫ്രം സ്പെഷ്യലൈസ്ഡ് ഡിപ്ലോയിഡ് സെൽസ്. ഡിപ്ലോയിഡ് സെൽസ് എന്നാണ് എന്തുണ്ടാവുന്നത്? ഗാമേറ്റ്സ് ഉണ്ടാവുന്നത്. ദീ സ്പെഷ്യലൈസ്ഡ് കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസ് ദ ക്രോമസോം നമ്പർ ബൈ ഹാഫ് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്. ഒരു സ്പെഷ്യലൈസ്ഡ് സെൽ ഡിവിഷൻ ആണ്. അവിടെ എന്താ നടക്കുന്നത്? ക്രോമസോം നമ്പർ ഹാഫ് ആവും. അങ്ങനെ ഹാഫ് ആയാലും എന്ത് ചെയ്യുള്ളൂ? ഇവർ ഫ്യൂസ് ചെയ്തിട്ട് പിന്നെ 2N കണ്ടീഷൻ റീസ്റ്റോർ ചെയ്യുള്ളൂ. ദീസ് കൈൻഡ് ഓഫ് ഡിവിഷൻ ഈസ് കോൾഡ് എന്താണ്? മിയോസിസ്. എന്താണ് മിയോസിസ്? This is specialized kind of cell division that reduce the chromosome number by half, result in the production of haploid daughter cells. അല്ലെ, these kind of division is called എന്താണ്? Meiosis. Okay, പിന്നെന്താ പറയണേ? Meiosis ensures the production of haploid phase in the life cycle of sexually reproducing organisms, whereas fertilization restore the diploid phase. Meiosis എന്ത് സംഭവിക്കും? Meiosis
ഒരു സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ ലൈഫിൽ എന്ത് ചെയ്യും, ഒരു എൻ കണ്ടീഷൻ ഉണ്ടാക്കും അല്ലെ. മിയോസിസ് നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക, 2n എന്ന് എൻ ഉണ്ടാവും അല്ലെ. ഇത് വീണ്ടും എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ വഴി 2n കൂടി ഫ്യൂസ് ചെയ്തിട്ട്, മദർന്നുള്ള എന്നും ഫാദർന്നുള്ള എന്നും കൂടി ഫ്യൂസ് ചെയ്തിട്ട് എന്താവും, വീണ്ടും 2n കണ്ടീഷൻ റീസ്റ്റോർ ചെയ്യപ്പെടും. We come across meiosis during gametogenesis in plants and animals. നമ്മൾ മിയോസിസ് എവിടെ കാണുന്നുണ്ട്, വി കം അക്രോസ് മിയോസിസ് ഡ്യൂറിങ് എന്താണ്, ഗാമറ്റോജെനസിസ്. ഗാമറ്റോജെനസിസിലാണ് മിയോസിസ് നടക്കുന്നത്. ഗാമേറ്റ് പ്രൊഡ്യൂസിങ് സെൽസ് ആണ് എന്ത് നടക്കുന്നത്, മിയോസിസ് നടക്കുന്നത്. ദീസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ്. ദ കീ ഫീച്ചേഴ്സ് ഓഫ് മിയോസിസ് ആർ, മിയോസിസിൽ എന്തൊക്കെ സംഭവങ്ങളാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുക. ഒന്ന്, meiosis involves two sequential cycles of nuclear and cell division, meiosis 1 meiosis 2, but only a single cycle of DNA replication. അതായത് രണ്ട് പ്രാവശ്യം ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, രണ്ട് പ്രാവശ്യം സെൽ ഡിവിഷൻ നടക്കും, രണ്ട് കാരിയോകൈനസിസും രണ്ട് സൈറ്റോകൈനസിസും നടക്കും. പക്ഷെ DNA റെപ്ലിക്കേഷൻ എന്താണ്, ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Meiosis involved two sequential cycle of nuclear and cell division, only a single cycle of എന്താണ്, DNA replication. മറക്കരുത്, രണ്ട് പ്രാവശ്യം കാരിയോകൈനസിസും രണ്ട് പ്രാവശ്യം സൈറ്റോകൈനസിസും നടക്കും. പക്ഷെ DNA replication എന്താണ്, ഒറ്റ തവണേ നടക്കുള്ളൂ. Meiosis 1 is initiated after the parental chromosome have replicated to produce identical sister chromatids at the S phase. അതായത് എസ് ഫേസിൽ എന്തുണ്ടാവും, ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുക, മിയോസിസ് 1 നടക്കുക. ഇതിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും മിയോസിസ് 1 എന്താണ് നടക്കുന്നത് എന്ന്. മിയോസിസ് ഇൻവോൾവ് ദ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇവിടെ വന്നിട്ട് പറയാം. കാരണം ഇപ്പൊ എന്താണ് ഹോമോലോഗസ് ക്രോമസോം റീകോമ്പിനേഷൻ ഒന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്താവില്ല, മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് അവിടെ മിയോസിസ് 1 ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് ഈ പാർട്ട് ഒന്നും കൂടി എന്ത് ചെയ്യാം, പറയാം. ഓക്കെ. 4 haploid cells are formed at the end of meiosis 2. കംപ്ലീറ്റ് മിയോസിസ് കംപ്ലീറ്റ് കഴിയുമ്പോൾ, മിയോസിസ് 1ഉം 2ഉം കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഓഫ് 2ൽ എന്താ ഉണ്ടാവുക, 4 haploid cells are formed. 4 എൻ സെൽസ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞ മിയോസിസ് ഇവന്റ്സ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു 2. എന്തൊക്കെയാണ്, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ഏതൊക്കെയുണ്ട്, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. 1ൽ പ്രോഫേസ് 1 ഉണ്ട്, മെറ്റാഫേസ് 1 ഉണ്ട്, അനാഫേസ് 1 ഉണ്ട്, ടീലോഫേസ് 1 ഉണ്ട്. അതേപോലെ 2ലും എന്തുണ്ട്, പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിയോസിസ് 2 എന്താണ്, മിയോസിസ് 2 എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ് മൈറ്റോസിസ്. മിയോസിസ് 2 എന്താണ്, മൈറ്റോസിസിന്റെ സെയിം ആണ് മിയോസിസ് 2ല് നടക്കുന്നത്. മിയോസിസ് 2നെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, മൈറ്റോസിസ് എന്നും കൂടി വിളിക്കാം. ഓക്കെ. അപ്പോൾ മിയോസിസ് 1 നമുക്ക് എവിടുന്ന് തുടങ്ങാം, മിയോസിസ് 1 എന്ന് തുടങ്ങാം. മിയോസിസ് 1ല് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ എന്താണ്, എല്ലതും ഉണ്ട്. പ്രോഫേസ് 1 ഉണ്ട്, മെറ്റാഫേസ് 1 ഉണ്ട്, അനാഫേസ് 1 ഉണ്ട്, ടീലോഫേസ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ തുടങ്ങാം, മിയോസിസ് 1ന്റെ പ്രോഫേസ് എന്ന് തുടങ്ങാം. പ്രോഫേസ് 1. ഓക്കെ. ഈ പ്രോഫേസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല്, മൈറ്റോസിസിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ്
ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിർത്തി? പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 അല്ലെ. ഇത് എന്താണ്? മൈറ്റോസിസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ടിപ്പിക്കലി എന്താണ്? ടിപ്പിക്കലി ലോങ്ങർ ആണ്. മാത്രല്ല എന്താണ്? ടിപ്പിക്കലി ലോങ്ങർ ആൻഡ് മോർ കോംപ്ലെക്സ് ആണ്. ടിപ്പിക്കലി ലോങ്ങർ ആണ്, മോർ കോംപ്ലെക്സ് ആണ്. എന്തൊക്കെയാണ് ഇതിൽ എന്താണ് വരുന്നത്? ഇതിനെ വീണ്ടും 5 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഫേസ് 1 ഓഫ് മിയോഫേസ് 1 എന്താണ്? മിയോസിസ് 1 വീണ്ടും 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ. ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് ഇത് ലെപ്റ്റോട്ടീൻ. ലെപ്റ്റോട്ടീനിൽ എന്താ ഉണ്ടാവുക വെച്ചാല് എന്താണ്? ക്രൊമാറ്റിൻ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ത് ചെയ്യും? ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ത് ചെയ്യും? സ്റ്റാർട്ട് ടു കണ്ടൻസ്. ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പ്രോഫേസിൽ കാണുന്ന പോലെ എന്താണ്? കണ്ടൻസേഷൻ തുടങ്ങും. ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ത് ചെയ്യും? കണ്ടൻസേഷൻ തുടങ്ങും. അതാണ് ലെപ്റ്റോട്ടീനിൽ ഉണ്ടാവുന്നത്. ലെപ്റ്റോട്ടീനിൽ എന്താ ഉണ്ടാവുന്നത്? അത്രേ ഉള്ളൂ. ക്രോമസോം എന്ത് ചെയ്യും? ഗ്രാജുവലി വിസിബിൾ ആവാൻ തുടങ്ങും. ക്രോമസോം എന്ത് ചെയ്യും? സ്റ്റാർട്ട്സ് ടു എന്താണ്? ഗ്രാജുവലി വിസിബിൾ. ക്രൊമാറ്റിൻ റെട്ടിക്കുലം കണ്ടൻസ് ചെയ്യും. ക്രോമസോം എന്ത് ചെയ്യും? ഗ്രാജുവലി വിസിബിൾ ആവാൻ തുടങ്ങും. അത്രേ ഉള്ളൂ ലെപ്റ്റോട്ടീനിൽ. ഓക്കെ, അടുത്തതാണ് എന്ത്? സൈഗോട്ടീൻ. അടുത്ത സ്റ്റേജ് ആണ് എന്ത്? സൈഗോട്ടീൻ. സൈഗോട്ടീനിൽ എന്താ ഉണ്ടാവുക വെച്ചാല് ക്രോമസോമും, ഇപ്പൊ ക്രോമസോം വിസിബിൾ ആയല്ലോ, ഈ ക്രോമസോംസ് എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. അതായത് ക്രോമസോംസ് എന്ത് ചെയ്യും? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രോമസോമാണ് അല്ലെ, ഇതൊരു ക്രോമസോമാണ്, 4 ക്രോമസോംസ്. അല്ലെങ്കിൽ ഇവിടെ കൂടെ നമുക്ക് ഒരെണ്ണം വരയ്ക്കാം. ഓക്കെ, ഈ ക്രോമസോം എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. ക്രോമസോം എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. എങ്ങനെ? ഇതേപോലുള്ള ഒരു ക്രോമസോമും കൂടി എന്ത് ചെയ്യും? ഇവിടെ വരും. ഇങ്ങനെ ഇവരെന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. ഇതേപോലുള്ള ഒരു ക്രോമസോമും കൂടി ഇവിടെ വന്നിട്ട് ഇവരെന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. അതായത് ഇതൊരു ക്രോമസോമാണ്, അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു ക്രോമസോമും കൂടി വന്നിട്ട് ഇവരെന്ത് ചെയ്യും? ക്രോമസോം എന്താ ക്രോമസോം ആവാത്ത? ഇതൊരു ക്രോമസോം. അതേപോലെ ഒരു ക്രോമസോമും കൂടി ഇവിടെ വരും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മൾ പറയാ എന്താണ്? ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. ഇവ രണ്ടുപേരും നമ്മൾ എന്ത് വിളിക്കും? ഇവ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇവരാണ് എന്ത്? ഹോമോലോഗസ് ക്രോമസോം. ഇങ്ങനെ പെയർ ചെയ്യണ ക്രോമസോമിനെ നമ്മൾ എന്ത് വിളിക്കാം? ഹോമോലോഗസ് ക്രോമസോം. അപ്പൊ ഇതാണ് എന്ത്? ഇതാണ് ഹോമോലോഗസ് ക്രോമസോം. അങ്ങനെ ഹോമോലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്, സൈഗോട്ടീനിൽ ഉണ്ടാവുന്നത്. ഹോമോലോഗസ് എന്താ ഉണ്ടാവുക? ഹോമോലോഗസ് ക്രോമസോം എന്താണ്? സ്റ്റാർട്ട്സ് എന്താണ്? പെയറിങ്. ഹോമോലോഗസ് ക്രോമസോം സ്റ്റാർട്ട്സ് പെയറിങ്. ഈ പ്രോസസ്സിനെ വിളിക്കണ പേരാണ് എന്ത്? ഈ പ്രോസസ്സിനെ വിളിക്കണ പേരാണ് സിനാപ്സിസ്. ഈ പ്രോസസ്സിനെ വിളിക്കണ പേരാണ് എന്ത്? സിനാപ്സിസ്. ഓക്കെ, പറയ്. അല്ല, സിനാപ്സിസ് ഓക്കെ, ഈ ഹോമോലോഗസ് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്സിസ്. ഓക്കെ, ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യാൻ തുടങ്ങും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്സിസ്. ഓക്കെ, എന്നിട്ട് എന്താ ഉണ്ടാവുക വെച്ചാല് ഇവരെങ്ങനെയാണ്
ഇതൊരു ക്രോമസോമാണ്. അതേപോലെ ഇവിടെ ആര് വന്ന്, ഇവിടെ പെയർ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്, ഒരു ക്രോമസോമും കൂടി വന്ന് അല്ലെ. ഇവരുടെ ഇടയിൽ എന്താണ് ക്ലോസ് അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ എന്തുണ്ട്, ഇവരുടെ ഇടയിൽ ക്ലോസ് അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ട്. ഈ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലോസ് അസോസിയേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ടാവും. ഇവരിടയിലുള്ള എന്തുണ്ടാവും, ഈ പെയറിങ്ങിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ട്. വിച്ച് ഹെൽപ്സ് ഇൻ എന്താണ്, എന്താണ്, ക്ലോസ് അസോസിയേഷൻ. ഓക്കെ, വിച്ച് ഹെൽപ്സ് ഇൻ ക്ലോസ് അസോസിയേഷൻ. ഇപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇതിനെ നമുക്ക് ഒരു സെക്കൻഡ്, വിച്ച് ഹെൽപ്സ് ഇൻ എന്താണ്, ക്ലോസ് അസോസിയേഷൻ. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ക്ലോസ് അസോസിയേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യും, ക്ലോസ് അസോസിയേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കേ, ഇപ്പൊ എന്തുണ്ട്, ഇപ്പൊ മൊത്തം എന്താണ്, രണ്ട് ക്രോമസോംസില്, ഇതൊരു ക്രോമസോം, ഇതൊരു ക്രോമസോം. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും, ബൈവാലന്റ്. ഈ ക്ലോസ് അസോസിയേഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ബൈവാലന്റ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം ബൈ എന്ന് പറഞ്ഞ എന്താണ്, രണ്ട് ക്രോമസോം ഉണ്ട്. അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, ടെട്രാഡ് എന്ന് വിളിക്കാൻ പറ്റും. ബൈവാലന്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്, രണ്ട് ക്രോമസോം ഉണ്ട്. ടെട്രാഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്, 4 ക്രോമാറ്റിഡ് ഉണ്ട് അല്ലെ. ഒന്നെങ്കിൽ ബൈവാലന്റ് ക്രോമസോം എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, ടെട്രാഡ് എന്ന് വിളിക്കാൻ പറ്റും. ഒരു സെക്കൻഡ്,
ഓക്കെ, ബൈവാലന്റ് എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് വിളിക്കാൻ പറ്റും. ബൈവാലന്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? 2 ക്രോമസോം ഉള്ളതുകൊണ്ട്. ടെട്രാഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? 4 ക്രോമാറ്റിഡ് ഉള്ളതുകൊണ്ട്. അപ്പൊ അതാണ് എന്ത്? സൈഗോട്ടീൻ. ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞ്? ലെപ്റ്റോട്ടീന് കഴിഞ്ഞ്, സൈഗോട്ടീന് കഴിഞ്ഞ്. മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തതാണ് പാക്കറ്റീൻ. മൂന്നാമത്തതാണ് എന്ത്? പാക്കറ്റീൻ. ലെപ്റ്റോട്ടീന് കഴിഞ്ഞ്, സൈഗോട്ടീന് കഴിഞ്ഞ്, എന്താണ്? പാക്കറ്റീൻ കഴിഞ്ഞ്. പാക്കറ്റീൻ എന്താ നടക്കാന്ന് വെച്ചാല് ക്രോസിംഗ് ഓവർ നടക്കും. പാക്കറ്റീനിൽ എന്താ നടക്കുക? ക്രോസിംഗ് ഓവർ നടക്കും. എങ്ങനെ നടക്കും? ഇതാണ് നമ്മുടെ ഒരു ക്രോമസോം അല്ലെ? ഇത് നമ്മുടെ അടുത്ത ക്രോമസോം അല്ലെ? ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെ? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇവരെ രണ്ടുപേരും മൊത്തമായിട്ട് നമ്മൾ എന്ത് വിളിക്കും? ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്. ഇവിടെ ഇനി എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് എന്ത് നടക്കുന്നറിയോ? റീകോമ്പിനേഷൻ. ഇവിടെ എന്ത് നടക്കും? റീകോമ്പിനേഷൻ അഥവാ ക്രോസിംഗ്. ഹലോ ഹലോ, ആ പറയ്. ആ ആ അതെ, അവിടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ അത് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ എന്ത് നടക്കും? ക്രോസിംഗ് ഓവർ നടക്കും. അപ്പൊ എന്താണ് ഈ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്നുള്ളത്? എന്താണ്? ഇതുണ്ടല്ലോ, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടല്ലോ, ഇവര് തമ്മിൽ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കും. എന്ത് നടക്കും? എക്സ്ചേഞ്ച് ഓഫ് എന്ത് നടക്കും? ജനറ്റിക് മെറ്റീരിയൽ നടക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുക. എന്ത് നടക്കും? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആര് തമ്മിലാണ് നടക്കുക? ഇവര് തമ്മിലാട്ടോ നടക്കുക. ഇതാ, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ എന്ത് ചെയ്യും? ജനറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ഇവരെന്ത് ചെയ്യും? ജനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ആരാണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ആരാണ്? ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ എന്ത് ചെയ്യും? ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. ഈ സെന്റൻസ് ഇമ്പോർട്ടൻറ്റ്. ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആര് തമ്മിലാണ്? ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കും. ഓക്കെ, അപ്പൊ ആ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇവിടെ ഇവിടെ റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്യും. ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സും എന്ത് ഫോം ചെയ്യും? റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്യും. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയലിന് വേണ്ടിയിട്ട് എന്ത് ഫോം ചെയ്യും? റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും?
ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ. ആര് തമ്മിലാണ്? ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ എന്ത് ചെയ്യും? മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ അതാണ്, അത്രയേ ഉള്ളൂ എന്തില്, പാക്കറ്റിനിൽ. പാക്കറ്റിൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് ഇത്, 4ാമത്തെ സ്റ്റേജ് ആണ് ഇത്, ഡിപ്ലോട്ടീൻ. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ കഴിഞ്ഞിട്ട് എന്താണ്? ഡിപ്ലോട്ടീൻ. ഇവിടെ എന്താന്ന് വെച്ചാൽ എന്താണ്? ക്ലോസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇവരെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ഇവരുടെ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഇല്ലേ, സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് സ്റ്റാർട്ട് ടു ഡിസോൾവ്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. എക്സെപ്റ്റ് എവിടെ? എക്സെപ്റ്റ് അറ്റ് ദ എന്താണ്? അറ്റ് ദ പ്ലേസ് ഓഫ്, എക്സെപ്റ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് ക്രോസിംഗ് ഓവർ. അതായത് ആ ക്രോസിംഗ് ഓവർ നടന്ന പ്ലേസ് ഒഴികെ ബാക്കി എല്ലായിടത്തുനിന്നും എന്ത് ചെയ്യും? ബാക്കി എല്ലായിടത്തുനിന്നും സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്താണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എവിടെ ഉണ്ടായിരുന്നത്? സൈഗോട്ടീനിൽ. ഇതാ ഇവർ ഇടയിൽ കണ്ടേ, സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. എക്സെപ്റ്റ് എവിടെയാണ്? ക്രോസിംഗ് ഓവറിന്റെ സ്ഥലത്ത് മാത്രം. അതായത് ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇപ്പൊ എവിടെ കാണാൻ പറ്റുക? ക്രോസിംഗ് ഓവറിന്റെ സ്ഥലത്ത് മാത്രം എന്തുണ്ടാവും? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ടാവും. ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ അതെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഇതെന്താ ഉണ്ടാവുക? ദിസ് വിൽ ഫോം ആൻ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ. ദിസ് വിൽ ഫോം ആൻ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ. അതിന്റെ പേരാണ് എന്ത്? കയാസ്മാറ്റ. അതായത് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എല്ലായിടത്തുനിന്നും ഡിസോൾവ് ചെയ്യും, എക്സെപ്റ്റ് എവിടെ? എക്സെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് അല്ലെങ്കിൽ അറ്റ് ദ പ്ലേസ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ അല്ലാത്ത എല്ലാ പ്ലേസിൽ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ആദ്യം ഇവിടെ എല്ലായിടത്തും ഉണ്ടേനു കേട്ടോ, ഇവിടെ എല്ലായിടത്തും ഉണ്ടേനു. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് മാത്രമേ എന്തുള്ളൂ? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളടത്തുനിന്നൊക്കെ ഡിസോൾവ് ചെയ്യും. ദിസ് വിൽ ലീഡ് ടു എൻ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ. ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും, കയാസ്മെറ്റ. അതാണ് ഡിപ്ലോട്ടീനിൽ നടക്കുന്ന എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവന്റ്. അപ്പൊ എന്താണ്? 4 സ്റ്റേജ് കഴിഞ്ഞ്. അടുത്ത സ്റ്റേജ് ഏതാണ്? അടുത്ത സ്റ്റേജ് ആണ് 5th സ്റ്റേജ് ആണ് ഇത്, ഡയാകൈനസിസ്. ഇതാണ് എന്ത്? 5th സ്റ്റേജ്. ഡയാകൈനസിസിൽ എന്താ ഉണ്ടാവുക? ആകെ ബാക്കിയുള്ളത് എന്തെയ്യുന്നു? ആകെ ബാക്കിയുള്ളത് കയാസ്മെറ്റേന്ന്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റ്. ആ കയാസ്മെറ്റും കൂടി ബ്രേക്ക് ചെയ്യും. അതായത് എക്സ് ഷേപ്ഡ് സ്ട്രക്ചറും കൂടി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. എന്താ ഉണ്ടാവുക? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റ്. കയാസ്മെറ്റും കൂടി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇത്രയും ഇവന്റ്സ് ആണ് എന്തിൽ വരുന്നത്? പ്രോഫേസിൽ വരുന്നത്. ഇത് മൊത്തം എവിടെ വരുന്നത്? പ്രോഫേസിലാണ് വരുന്നത്. പ്രോഫേസ് നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും 5 സ്റ്റേജ് ആക്കി. ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് എന്ത്? ലെപ്റ്റോട്ടീൻ. ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് എന്ത്? ലെപ്റ്റോട്ടീൻ. അവിടെ എന്താ ഉണ്ടാവുക? ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ക്രോമസോം എന്ത് ചെയ്യും? ഗ്രാജുവലി വിസിബിൾ ആവാൻ തുടങ്ങും. അടുത്തതാണ് സൈഗോട്ടീൻ. സൈഗോട്ടീനിൽ എന്താ ഉണ്ടാവുക? ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ത് ചെയ്യും? പെയർ ചെയ്യും. അതിനെ നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുക. ആ പെയറിങ്ങിൽ അവരുടെ ഇടയിൽ ഒരു സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഉണ്ടാവും. ക്ലോസ് അസോസിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ എന്തുണ്ടാവും? ഒരു സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ ബൈവാലന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ടെട്രാഡ് എന്ന് വിളിക്കും. ബൈവാലന്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? 2 ക്രോമസോംസ് ഉണ്ട് അല്ലെ, 2 ഹോമോലോഗസ് ക്രോമസോംസ് ഇല്ലേ. ടെട്രാഡ് എന്ന് വിളിക്കാൻ എന്താണ്? 2 ക്രോമസോം ഉള്ളതുകൊണ്ട് തന്നെ 4 ക്രോമാറ്റിഡ് ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് സൈഗോട്ടീൻ. പിന്നുള്ള സ്റ്റേജ് ആണ് എന്ത്? പാക്കിറ്റീൻ. പാക്കിറ്റീനിൽ എന്താ നടക്കുക? പാക്കിറ്റീനിൽ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടക്കും. ഇവരുടെ റീകോമ്പിനേഷൻ ഇതാണ് കേട്ടോ, റീകോമ്പിനേഷൻ നൊഡ്യൂള്. ഇതാണ് എന്ത്? റീകോമ്പിനേഷൻ നൊഡ്യൂള്.
റീകോമ്പിനേഷൻ നൊഡ്യൂള് ഫോം ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം തമ്മിൽ എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ നടക്കും. റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്തിട്ട് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം തമ്മിൽ എന്ത് ചെയ്യും? റീകോമ്പിനേഷൻ നടക്കും, അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കും. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുക. പിന്നെ അടുത്ത സ്റ്റേജ് ആണ് ഡിപ്ലോട്ടിക്. അവിടെ എന്ത് ചെയ്യും? ഈ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. എക്സെപ്റ്റ് എന്താണ്? ക്രോസിംഗ് ഓവറിന്റെ സൈറ്റിൽ അതൊരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ തരും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കയാസ്മെറ്റ എന്ന് വിളിക്കും. അടുത്തതാണ് ഡയാകൈനസിസ്. ഡയാകൈനസിസിൽ എന്താ ഉണ്ടാവുക? ഡയാകൈനസിസിൽ ഈ കയാസ്മെറ്റും കൂടി എന്ത് ചെയ്യും? ടെർമിനലൈസ് ചെയ്യും. ടെർമിനലൈസ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആയി പോകും. ആ സ്ട്രക്ചറും കൂടി എന്ത് ചെയ്യും? ഇല്ലാണ്ടായി പോകും. അപ്പൊ അത്രയാണ് പ്രോഫേസ് 1. അടുത്തതാണ് എന്ത്? അടുത്തതാണ് മെറ്റാഫേസ് 1. പ്രോഫേസ് 1 കഴിഞ്ഞാൽ എന്താണ്? മെറ്റാഫേസ് 1. മെറ്റാഫേസ് 1ൽ എന്താ ഉണ്ടാവുക? നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? മെറ്റാഫേസിൽ എന്താ ഉണ്ടായത്? ഇവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ അലൈൻ ചെയ്യും, അല്ലെ? ക്രോമസോംസ് വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ അലൈൻ ചെയ്യണതാണ് നമ്മൾ മെറ്റാഫേസ്, മൈറ്റോസിസിലുള്ള മെറ്റാഫേസിൽ കണ്ടത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷെ ആരാണ് അലൈൻ ചെയ്യുക? ഹോമലോഗസ് ക്രോമസോംസ് ആണ് വന്നിട്ട് അലൈൻ ചെയ്യുക. അങ്ങനെ ഹോമലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും? വന്നിട്ട് അലൈൻ ചെയ്യും. ഓക്കെ, ഹോമലോഗസ് ക്രോമസോം എവിടെ വന്ന് അലൈൻ ചെയ്യും? ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അലൈൻ ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക? ഡബിൾ മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവും? നേരത്തെ ഒറ്റ ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താ ഉണ്ടാവുക? ഡബിൾ മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ടാവും. ഓക്കെ, നേരത്തെ ക്രോമസോം ഇരുന്നെങ്കിൽ ഇവിടെ എന്താണ്? ഹോമലോഗസ് ക്രോമസോം, അല്ലെ? ഹോമലോഗസ് ക്രോമസോംസ് വന്നിട്ട് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ഡബിൾ മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ടാവും. ഹോമലോഗസ് ക്രോമസോംസ് അറേഞ്ച് ഇൻ ഇക്വറ്റോറിയൽ പ്ലെയിൻ, അല്ലെ? ഹോമലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. എവിടെ? ഇൻ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ വന്നിട്ട് ആര് അലൈൻ ചെയ്യും? ഹോമലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അലൈൻ ചെയ്യും. ഇതാണ് എന്ത്? മെറ്റാഫേസ് 1. ഇതാണ് എന്ത്? മെറ്റാഫേസ് 1. മെറ്റാഫേസ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? മെറ്റാഫേസ് കഴിഞ്ഞാല് പിന്നെ മൂന്നാമത്തെ ഏതാണ്? മൂന്നാമത്തതാണ് അനാഫേസ് 1. മെറ്റാഫേസ് 1 കഴിഞ്ഞാൽ എന്താണ്? അനാഫേസ് 1. അനാഫേസ് 1ൽ എന്താ ഉണ്ടാവുക? സെപ്പറേഷൻ ഓഫ് ഹോമലോഗസ് ക്രോമസോം. നേരത്തെ എന്താ ഉണ്ടായത്? മൈറ്റോസിസിൽ എന്താ ഉണ്ടായത്? സെപ്പറേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, അല്ലെ? സെപ്പറേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, അതായത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തുണ്ടായി? ക്രോമാറ്റിഡ്സ് ആണ് സെപ്പറേറ്റ് ആയത്. ഇവിടെ എന്താ ഉണ്ടാവണത്? ഇവിടെ ഹോമലോഗസ് ക്രോമസോം ആണ് എന്ത് ചെയ്യണത്? സെപ്പറേറ്റ് ആവണത്. നമുക്ക് നോക്കാം. ഇവിടെ എന്താ ഉണ്ടാവണത്? ഹോമലോഗസ് ക്രോമസോം ആണ് എന്ത്? സെപ്പറേറ്റ് ആവണത്. നമ്മളെ സെൻട്രോസോം. ഇവിടെ എന്തുണ്ടാവും? നാലെണ്ണം ഉണ്ടാവും. വരയ്ക്കുമ്പോ ചിലപ്പോ വൃത്തി വന്നെന്ന് വരില്ല. ക്രോമാറ്റിഡ്സ് അല്ല, ഇവിടെ ക്രോമസോം തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ എന്താണ്? ഹോമലോഗസ് ക്രോമസോം ആണ് എന്ത് ചെയ്യണത്? സെപ്പറേറ്റ് ആവണത്. ഹോമലോഗസ് ക്രോമസോം, അതായത് കണ്ട, ഇവരിങ്ങോട്ടും ഇവര് ഇങ്ങോട്ടും പോവും. എന്തുണ്ടാവും? ഹോമലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആവും, അല്ലെ? അതാണ് ഇവിടെ ഉണ്ടാവുന്നത്, അനാഫേസ് 1ൽ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ലാസ്റ്റത്തെ എന്താണ്? ടീലോഫേസ് 1. ഇവിടെ എന്താണ്? ടീലോഫേസ് 1. ടീലോഫേസ് 1ൽ എന്താ ഉണ്ടാവുക? ഇവര് ഓപ്പോസിറ്റ് പോളിലെത്തും. ആര്? ഹോമലോഗസ്
ക്രോമസോം റീച്ച് എവിടെ? ഓപ്പോസിറ്റ് പോൾ. ഇവര് ഓപ്പോസിറ്റ് പോളിലെത്തും. ഹോമോലോഗസ് ക്രോമസോം എവിടെ എത്തും? ഓപ്പോസിറ്റ് പോളിലെത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവര് ഡീകണ്ടൻസ് ചെയ്യും. ഡീകണ്ടൻസ് ചെയ്തിട്ട് എന്തുണ്ടാവും? ക്രൊമാറ്റിൻ റെട്ടിക്കുലം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഉച്ചക്ക് പറഞ്ഞതാണ് അല്ലേ? സെയിം സംഭവങ്ങൾ തന്നെ ഇവിടെ നടക്കും. അതേപോലെ എന്ത് ചെയ്യും? മെംബ്രെയിനും പിന്നെ സെൽ ഓർഗനൽസ് ഒക്കെ എന്ത് ചെയ്യും? റീ അപ്പിയർ ചെയ്യും. മെംബ്രെയിൻ ആൻഡ് സെൽ ഓർഗനൽസ് ഒക്കെ എന്ത് ചെയ്യും? റീ അപ്പിയർ ചെയ്യും. റീ അപ്പിയർ ചെയ്യും. ഓക്കെ, എന്തൊക്കെയും ഉണ്ടാവുക? മെറ്റാഫേസിലാണെങ്കിൽ ഡബിൾ മെറ്റാഫേസിക് പ്ലേറ്റ് ഉണ്ടാവും. അനാഫേസിലാണെങ്കിൽ എന്തുണ്ടാവും? അനാഫേസിലാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഉണ്ടാവും. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവര് റീകോമ്പിനേഷൻ നടന്നിട്ട് ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിരിക്കണേ? എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം. റീകോമ്പിനേഷൻ നടന്നിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം അല്ലേ? പിന്നെ ടീലോഫേസ് ആവുമ്പോൾ എന്താണ്? അവർ ഓപ്പോസിറ്റ് പോളിലേക്ക് പോയിട്ട് ഡീ കണ്ടൻസ് ചെയ്യും. എന്താ ഉണ്ടാവുക? ഇവരെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഡീ കണ്ടൻസ് ചെയ്യും. ഓപ്പോസിറ്റ് പോളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഡീ കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും? ക്രൊമാറ്റിൻ റെട്ടിക്കുലം ആവും അല്ലെ? അപ്പൊ ഇവരെന്താണ്? ഇവരിടയിൽ എന്ത് നടന്നിട്ടുണ്ട്? റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട്. ഇത് രണ്ടും ഡോട്ടർ ന്യൂക്ലിയേറ്റ് മാറും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഓക്കെ, രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പൊ ഇത്രയാണ് എന്ത്? മിയോസിസ് വണ്ണില് വരുന്നത്. ഇത്രയാണ് എന്ത്? മിയോസിസ് വണ്ണില് വരുന്നത്. ഇവിടെ നോക്കണേ. Prophase of the first meiotic division is typically longer ആണ്, more complex ആണ് when compared to prophase of mitosis. It has been further subdivided into 5 phases. ഏതൊക്കെയാണ് ആ 5 phases? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാഗൈനസിസ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ലെപ്റ്റോട്ടീൻ എന്താ ഉണ്ടാവുക? ക്രോമസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ദ മൈക്രോസ്കോപ്പ്. കോമ്പാക്ഷൻ ഓഫ് ക്രോമസോം കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലെപ്റ്റോട്ടീൻ. അതായത് കണ്ടൻസേഷൻ ഉണ്ടാവും. ദിസ് ഈസ് ഫോളോഡ് ബൈ സെക്കൻഡ് ഫേസ്. ഏതാണ്? പിന്നെ സൈഗോട്ടീൻ. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ. ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യും. ഇത് നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സിസ് എന്ന് വിളിക്കും. സച്ച് പെയർഡ് ക്രോമസോം ആർ കോൾഡ് എന്താണ്? ഹോമോലോഗസ് ക്രോമസോം. അങ്ങനെ പെയർ ചെയ്ത് നമ്മൾ എന്ത് വിളിക്കും? ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കും. Electron micrographs of this stage indicate that chromosome synapses is accompanied by the formation of complex structure. എന്താണ് അവരുടെ ഇടയിൽ എന്തുണ്ടെന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡി പറയുന്നുണ്ട്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ടെന്ന്. ഹോമോലോഗസ് ക്രോമസോമിന്റെ ഈ ക്ലോസ് അസോസിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ എന്തുണ്ട്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് വിളിക്കും. ഈ പെയർ ചെയ്ത ഹോമോലോഗസ് ക്രോമസോം നമ്മൾ എന്ത് വിളിക്കും? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് വിളിക്കും. However, there are more clearly visible at the next stage. ഇത് കുറച്ചും കൂടി വൃത്തിക്ക് കാണാൻ പറ്റുന്നത് പാക്കറ്റിലാണ്. ഫസ്റ്റ് 2 സ്റ്റേജസ് എന്താണ്? റിലേറ്റീവ്ലി ഷോർട്ട് ആണ് കമ്പയർഡ് ടു എന്താണ്? പാക്കറ്റിൻ. അതായത് ലെപ്റ്റോട്ടീനും സൈഗോട്ടീനും പാക്കറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഷോർട്ട് സ്റ്റേജസ് ആണ്. ഓക്കെ, പാക്കറ്റിൽ എന്താ ഉണ്ടാവുക? 4 chromatids of each bivalent chromosome become distinct and clearly appear as tetrads. 4 chromatidsഉം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ക്ലിയർലി വിസിബിൾ ആണ് ആസ് ടെട്രാഡ്സ്. ദിസ് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ഫ്രീ കോമ്പിനേഷൻ നോഡ്യൂൾസ്. ഈ സ്റ്റേജിൽ എന്താണ്? അപ്പിയറൻസ് ഓഫ് ഫ്രീ കോമ്പിനേഷൻ നോഡ്യൂൾസ് ഉണ്ടാവും. ഓക്കെ, എവിടെ? വിത്ത് ക്രോസിംഗ് ഓവർ ഒക്കർ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. എവിടെയാണ് റീകോമ്പിനേഷൻ നോഡ്യൂൾ ഉണ്ടാവുക? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോമിൽ. അതായത് സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവറിൽ. ആരാ ക്രോസിംഗ് ഓവർ ആണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. അവിടെ എന്തുണ്ടാവും? റീകോമ്പിനേഷൻ നോഡ്യൂൾ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ നടക്കും. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ഹോമോലോഗസ് ക്രോമസോം. അവര്
ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ക്രോസിംഗ് ഓവർ എന്ന് പറയാം. ക്രോസിംഗ് ഓവർ എന്താണ്, ഒരു എൻസൈം മീഡിയേറ്റഡ് പ്രോസസ് ആണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ക്രോസിംഗ് ഓവർ ഇസ് ആൻ എൻസൈം മീഡിയേറ്റ് പ്രോസസ്. ഏത് എൻസൈമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, റീകോംബിനേസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം ഉണ്ട്. ഏതാണ്, റീകോംബിനേസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ക്രോസിംഗ് ഓവർ ഇസ് ആൻ എൻസൈം മീഡിയേറ്റഡ് പ്രോസസ് ആൻഡ് എൻസൈം ഇൻവോൾവ് ഏതാണ്, റീകോംബിനേസ്, മറക്കരുത്. പിന്നെന്താണ്, ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓൺ ദ ടു ക്രോമസോംസ്. എന്താ ഉണ്ടാവുക, ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ഇസ് കംപ്ലീറ്റഡ് ബൈ ദ എൻഡ് ഓഫ് പാക്കറ്റീൻ. പാക്കറ്റീൻ്റെ സ്റ്റേജിന്റെ എൻഡിൽ എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ കംപ്ലീറ്റ് ആവും, ലീവിങ് ദ ക്രോമസോം ലിങ്ക്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. എന്നിട്ട് എന്ത് ചെയ്യും, ആ ക്രോസിംഗ് ഓവറിലുള്ള പോയിന്റിൽ മാത്രം എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കും. ഓക്കെ, അതാണ് എന്ത്, ഡിപ്ലോട്ടിന്റെ തുടക്കം. ദ ബിഗിനിങ് ഓഫ് ഡിപ്ലോട്ടിൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. എന്ത് ചെയ്യും, സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. എവിടെ, ഡിപ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ആൻഡ് ദ ടെൻഡൻസി ഓഫ് ദ റീകോമ്പിനന്റ് ഹോമോലോഗസ് ക്രോമസോം ഓഫ് ദ ബൈവാലന്റ് ടു സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ എക്സെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിന്റെ സൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തുനിന്നും എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, അടർന്നു പോരാൻ തുടങ്ങും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ഇതെന്താ സംഭവിക്കുക, ദിസ് വിൽ ലീഡ് ടു ദീസ് എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ആർ കോൾഡ് കയാസ്മെറ്റ. അതായത് എന്താണ്, അതൊരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കൊടുക്കും. എന്ത്, ആ പോയിന്റിൽ മാത്രം എന്ത് ചെയ്യും, ഇവർ തമ്മിൽ ആ ഇത് ബ്രേക്ക് ആവില്ല. ബാക്കി എല്ലായിടത്തുനിന്നും എന്ത് ചെയ്യും, സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസോൾവ് ആവാൻ തുടങ്ങും. ഇതൊരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കൊടുക്കും, എന്ത്, കയാസ്മെറ്റ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടില്ലേ, ഇൻ സം oocytes of some vertebrates diplotin can last for months or years. ചില വേർട്ടിബ്രേറ്റ്സിന്റെ oocytesന് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോട്ടീൻ എന്ത് ചെയ്യും, മന്ത്സ് ഓർ ഇയേഴ്സ് എന്ത് ചെയ്യും, ലാസ്റ്റ് ചെയ്യും. ഫൈനൽ സ്റ്റേജ് ഓഫ് മിയോട്ടിക് പ്രോഫേസ് ഏതാണ്, ഡയാകൈനസിസ്. ദിസ് ഇസ് മാർക്ക്ഡ് ബൈ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റ. ഇവിടെ എന്താ ഉണ്ടാവുക, കയാസ്മെറ്റ എന്ത് ചെയ്യും, ടെർമിനലൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇല്ലാണ്ടാവും. ഡ്യൂറിങ് ദിസ് ഫേസ് ദ ക്രോമസോം ആർ ഫുള്ളി കണ്ടൻസ്ഡ് ആൻഡ് മിയോട്ടിക് സ്പിൻഡിൽ അസംബിൾ ടു പ്രിപ്പയർ ദ ഹോമോലോഗസ് ക്രോമസോം ഫോർ സെപ്പറേഷൻ. ഇവിടെ എന്താ ഉണ്ടാവുക, ഈ സ്റ്റേജ് എത്തുമ്പോൾ ഫുള്ളി കണ്ടൻസ്ഡ് ആവും. ഇപ്പോൾ പ്രോഫേസിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ, കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഫേസിന്റെ 5 സ്റ്റേജസ് ആണ് ഏതൊക്കെയാ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പൊ ഡയാകൈനസിന് എൻഡ് ആകുമ്പോഴത്തേന് ഓൾമോസ്റ്റ് കണ്ടൻസേഷൻ എന്തായിരിക്കും, കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ എന്ത് ചെയ്യും, സ്പിൻഡിൽ ഫൈബേഴ്സ് അസംബിൾ ചെയ്തിട്ടുണ്ടാവും. ബൈ ദ എൻഡ് ഓഫ് ഡയാകൈനസിസ് ദ ന്യൂക്ലിയോലസ് ഡിസപ്പിയർ, ന്യൂക്ലിയർ എൻവലപ്പ് ആൾസോ ബ്രേക്ക് ഡൗൺ ആൻഡ് ഡയാകൈനസിസ് റെപ്രസെന്റ് ദ ട്രാൻസിഷൻ ടു മെറ്റാഫേസ്. പിന്നെ ബാക്കിയുള്ളത് തന്നെ സാധാരണ പ്രൊഫേസിൽ കാണുന്ന പോലെ ന്യൂക്ലിയോലസ് പോവും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ഓർഗനൽസ് ഡിസപ്പിയർ ആവാൻ തുടങ്ങും. അങ്ങനെ എന്താണ്, ഡയാകൈനസിസ് എന്ന് പറഞ്ഞാൽ മെറ്റാഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ്. അപ്പൊ അത്രയാണ് എന്ത്, പ്രോഫേസിൽ ഉള്ളത്. അടുത്തത് എന്താണ്, അടുത്തത് മെറ്റാഫേസ്. ദ ബൈവാലന്റ് ക്രോമസോം അലൈൻ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ദ മൈക്രോട്യൂബ്യൂൾ ഫ്രം ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സ്പിൻഡിൽ അറ്റാച്ച് ടു കൈനറ്റോകോർ ഓഫ് ഹോമോലോഗസ് ക്രോമസോം. മറ്റോടത്ത് എന്താ ഉണ്ടായിരുന്നത്, എന്താണ്, രണ്ട് സൈഡിലുള്ള കൈനറ്റോകോറിൽ വന്നിട്ട് എന്ത് ചെയ്യും, രണ്ട് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു മേലെ നിന്നുള്ള സ്പിൻഡിൽ ഫൈബർ ഒരു ഹോമോലോഗസ് ക്രോമസോമിൽക്കും, താഴത്തു നിന്നുള്ള സ്പിൻഡിൽ ഫൈബർ മറ്റേ ഹോമോലോഗസ് ക്രോമസോമിൽക്കുമാണ് എന്ത് ചെയ്യുന്നത്, വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഇക്വറ്റോറിയലിൽ അലൈൻ ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, ഡബിൾ മെറ്റാഫേസിക് പ്ലേറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. അനാഫേസിൽ എന്താ നടക്കുന്നത്, ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യും, വൈൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമൈൻ അസോസിയേറ്റഡ് അറ്റ് ദ സെൻട്രോമിയർ. ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും, അവിടെ തന്നെ ഉണ്ടാവും. മറ്റേ കേസിൽ എന്താ ഉണ്ടായിരുന്നത്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് എന്ത്, ബ്രേക്ക് ചെയ്തിരുന്നത് അല്ലെ, മൈറ്റോസിസിൽ. ഇവിടെ എന്താ ഉണ്ടാവുക, ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സെപ്പറേറ്റ് ആണത്. ലാസ്റ്റ് ഫേസ് ആണ് ഏത്, ടീലോഫേസ്. എന്താ ഉണ്ടാവുക, ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ് ഒക്കെ റീഅപ്പിയർ ചെയ്യും, സൈറ്റോകൈനസിസ് ഉണ്ടാവും. സൈറ്റോകൈനസിസ് എന്ത് ചെയ്യും, സംഭവിക്കും. ദിസ് ഈസ് കോൾഡ് ആസ് ഡയാഡ് ഓഫ് സെൽസ്. അതായത് ഇത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, ഇവിടെ 2 സെൽസ് ഉണ്ടാവും അല്ലെ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഇതിനാണ് വിളിക്കുന്നത്
ഡയാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? സൈറ്റോകൈനസിസ് നടക്കും, 2 സെല്ലാവും. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഡയാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കും. ഓൾദോ ഇൻ മെനി കേസസ് ക്രോമസോം ഡു അണ്ടർഗോ സം ഡിസ്പെർഷൻ, ദേ ഡു നോട്ട് റീച്ച് ദ എക്സ്ട്രീംലി എക്സ്റ്റെൻഡ് സ്റ്റേറ്റ് ഓഫ് ഇന്റർഫേസ് ന്യൂക്ലിയസ്. Although in many cases the chromosome do undergo dispersion, they do not reach extremely extended state of interphase nucleus. So, do undergo some dispersion ഉണ്ടാവും, but do not extremely extended state of interface. ഇതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ സെന്റൻസിന്റെ മീനിങ് ഞങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എനിക്കും മനസ്സിലായിട്ടില്ല എന്താ ഉദ്ദേശിച്ചെന്ന്. പിന്നെന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞ ദ സ്റ്റേജ് ബിറ്റ്വീൻ ടു മിയോട്ടിക് ഡിവിഷൻ ഇസ് കോൾഡ് എന്താണ്? ഇന്റർകൈനസിസ്. മിയോസിസ് 1ന്റെ മിയോസിസ് 2ന്റെ ഇടയിലുള്ള ഒരു ചെറിയ സ്റ്റേജ് നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ കൈനസിസ് എന്ന് വിളിക്കും. ഇറ്റ് ഇസ് ജനറലി എന്താണ്? ഷോർട്ട് ലിവ്ഡ് ആണ്. ദർ ഇസ് നോ റെപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിങ് എന്താണ്? ഇന്റർകൈനസിസ്. ഇന്റർകൈനസിസിൽ എന്തില്ല? DNA റെപ്ലിക്കേഷൻ ഒന്നും നടക്കണില്ല. ഇന്റർകൈനസിസ് ഫോളോഡ് ബൈ പ്രോഫേസ് 2. അതായത് ഇന്റർകൈനസിസ് കഴിഞ്ഞിട്ട് പിന്നെ മിയോസിസ് 2 ആണ് തുടങ്ങുന്നത്. മിയോസിസ് 2ന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? പ്രോഫേസ് 2. എ മച്ച് സിംപ്ലർ പ്രോഫേസ് ദാൻ പ്രോഫേസ് 1. കാരണം പ്രോഫേസ് 2 എന്ന് പറഞ്ഞാൽ നമ്മളെ മൈറ്റോസിസിന്റെ പ്രോഫേസ് തന്നെയാണ് പ്രോഫേസ് 2. അപ്പൊ ഇത്രയാണ് എന്ത്? മിയോസിസ് 1ല് പ്രോഫേസ് 1 ഉണ്ട്. പ്രോഫേസ് 1 വീണ്ടും എന്താണ്? 5 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണേ. ഏതൊക്കെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. അതിൽ വരുന്ന ഈവൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ? റീകോമ്പിനേഷൻ വരുന്നുണ്ട്, റീകോമ്പിനേഷൻ നൊഡ്യൂള്, ക്രോസിംഗ് ഓവർ, കയാസ്മെറ്റ, അതിന്റെ ടെർമിനലൈസേഷൻ. അങ്ങനെ എന്ത് ചെയ്യും? ഇവര് മെറ്റാഫേസിലേക്ക് കടക്കും. മെറ്റാഫേസിൽ നിന്ന് എന്ത് ചെയ്യും? ഡബിൾ ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ഡബിൾ മെറ്റാഫേസിക് പ്ലേറ്റ് നടക്കും. അനാഫേസിൽ എത്തുമ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവും. ടീലോഫേസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഐഡന്റിറ്റി ലൂസ് ചെയ്യും. അതേപോലെ എന്താ ഉണ്ടാവുക? മറ്റേ ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ആവും, ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ആവും, ആ സംഭവങ്ങളൊക്കെ വരും. ഇത്രയാണ് എന്ത്? മിയോസിസ് 1ല് നടക്കുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്? മിയോസിസ് 2. അടുത്തതാണ് എന്ത്? മിയോസിസ് 2. മിയോസിസ് 2 ആക്ച്വലി എന്താണ്? പറയേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താണ്? മൈറ്റോസിസ് എന്താണോ അതെന്നാണ് എന്ത്? മിയോസിസ് 2. മിയോസിസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്? മൈറ്റോസിസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, മൈറ്റോസിസിൽ എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? മിയോസിസ് 2ല് പ്രോഫേസിൽ എന്താണ് നടക്കുക? മിയോസിസ് 2 ഇസ് ഇനീഷ്യേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് നടന്നിട്ട് പിന്നെ എന്തുണ്ടാവും? മിയോസിസ് 2 ഉണ്ടാവാൻ തുടങ്ങും. എന്താ ഉണ്ടാവുക? യൂഷ്വലി ബിഫോർ ദ ക്രോമസോം ഹാവ് ഫുള്ളി ഇലോങ്ങേറ്റഡ്. ഇൻ കോൺട്രാസ്റ്റ് ടു മിയോസിസ് 1, മിയോസിസ് 2 റിസംബിൾസ് എ നോർമൽ മൈറ്റോസിസ്. എന്താണ് മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ? എന്താണ്? ആക്ച്വലി മൈറ്റോസിസ് തന്നെയാണ്. അപ്പൊ അവിടെ നടന്ന ഈവൻസ് ഒക്കെ തന്നെയാണ് എന്ത്? ഇവിടെയും നടക്കുന്നത്. ന്യൂക്ലിയർ മെമ്പറിൻ ഡിസപ്പിയർ ആവും എൻഡില്. പിന്നെന്താണ്? ക്രോമസോം എന്ത് ചെയ്യും? കോമ്പാക്റ്റ് ആവും. അതാണ് പ്രോഫേസിൽ നടക്കുന്നത്. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ മെമ്പറിന് ഡിസപ്പിയർ ആവും, ക്രോമസോം എന്ത് ചെയ്യും? കോമ്പാക്റ്റ് ആവുന്ന പറഞ്ഞാൽ എന്താണ്? കണ്ടൻസ് ആവും. അത് കഴിഞ്ഞിട്ട് മെറ്റാഫേസ് 2ൽ എന്ത് നടക്കും? ക്രോമസോം അലൈൻ അറ്റ് ദ ഇക്വറ്റർ ആൻഡ് ദ മൈക്രോട്യൂബ്യൂൾസ് ഫ്രം ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് സ്പിൻഡിൽ ഗെറ്റ് അറ്റാച്ച് ദ കൈനറ്റോകോർ ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇവിടെ എന്താണ്? ഇപ്പൊ എന്തേ ഉള്ളൂ? ഇപ്പൊ ഇവിടെ ഇതൊരു ഡോട്ടർ സെല്ലാണ്, നേരത്തെ ഫോം ചെയ്ത ഒരു ഡോട്ടർ സെല്ലാണ് ഇത്. ഇതെന്താണ്? വേറൊരു ഡോട്ടർ സെല്ലാണ്. ഇപ്പൊ പ്രോഫേസിൽ എന്താ ഉണ്ടാവുക? ഇവരെ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, പിന്നെ ഓർഗനൽ കാര്യങ്ങളൊക്കെ പോവും, ഇവരെന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. മെറ്റാഫേസിൽ എന്താ ഉണ്ടാവുക? മെറ്റാഫേസിൽ ഇവർക്ക് എന്താ സംഭവിക്കാം? ഇവർ അലൈൻ ചെയ്യും. ഇവർ അലൈൻ ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എന്താണ്? ഇവരുടെ കൈനറ്റോകോറിൽക്ക് സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇവിടെ മെറ്റാഫേസിക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. ഇക്വേറ്ററിൽ വന്നിട്ട് സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അടുത്തതാണ് എന്ത്? ആനാഫേസ്. ആനാഫേസിൽ എന്താ ഉണ്ടാവുക? ക്രൊമാറ്റിഡ്സ് അല്ലെ? മിയോസിസ് 2ല് ആരാണ് പോണത്? ക്രൊമാറ്റിഡ്സ് എന്ത് ചെയ്യും? 2 പോളിൽക്കും പോവും. മറ്റൊരുത്ത് ഹോമോലോഗസ് ക്രോമസോംസ് ആ പോയിരുന്നത്. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മൈറ്റോസിസ് പോലെ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും? ക്രോമാറ്റിഡ്സ് ഇറ്റ് ബിഗെയിൻ വിത്ത് ദ സൈമൾട്ടേനിയസ് സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യും.
ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും ആൻഡ് അലൗ ദം ടു മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾ. അവരെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. ഷോർട്ടനിങ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് അറ്റാച്ച് ടു കൈനറ്റോകോർ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിൻഡിൽ ഫൈബർ ഷോർട്ടൺ ചെയ്യുന്ന പോലെ മൈക്രോട്യൂബ്യൂൾ എന്ത് ചെയ്യും? ഷോർട്ടൺ ചെയ്യും. സ്പിൻഡിൽ ഫൈബർ ഇസ് മേഡ് അപ്പ് ഓഫ് മൈക്രോട്യൂബ്യൂൾ അല്ലെ? ഷോർട്ടൺ ചെയ്യും, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും, ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും, അവരെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. എന്നിട്ട് എന്താ ഉണ്ടാവുക? ടീലോഫേസിൽ എന്താ ഉണ്ടാവുക? ടീലോഫേസിൽ മിയോസിസ് എൻഡ് വിത്ത് ദ ടീലോഫേസ് 2. മിയോസിസ് 2 എന്താണ് എൻ്റെ, അല്ലെങ്കിൽ മിയോസിസ് എങ്ങനെ എൻ്റെ ആണ്? ടീലോഫേസ് 2 ഇൻ വിച്ച് ദ ടു ഗ്രൂപ്പ്സ് ഓഫ് ക്രോമസോം വൺസ് അഗൈൻ ഗെറ്റ് എൻക്ലോസ്ഡ് ബൈ എ ന്യൂക്ലിയർ എൻവലപ്പ്. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവർ വീണ്ടും ഡീകണ്ടൻസ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ എൻവലപ്പ് വരും. എന്തൊക്കെയാണോ ഡിസപ്പിയർ ആയത് അതൊക്കെ എന്ത് ചെയ്യും? റീഅപ്പിയർ ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും? സൈറ്റോകൈനസിസ് നടക്കും ഇൻ ദ ഫോർമേഷൻ ഓഫ് ടെട്രാഡ് ഓഫ് സെൽസ്. ഇവിടെ എന്ത് നടക്കും? സൈറ്റോകൈനസിസ് നടന്നിട്ട് 4 സെൽസ്, ഇവിടുന്ന് 2 ഉണ്ടാവും, അതേപോലെ ഇവിടുന്ന് 2 ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതിനെയാണ് നമ്മൾ വിളിക്കുക എന്താണ്? ടെട്രാഡ് ഓഫ് സെൽസ്. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ്, ശ്രദ്ധിക്കണേ, അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 1ലും at the end of meiosis 2ലും എന്താ നടക്കുക? അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 1ലാണ് എന്തുണ്ടാവുന്നത്? ഡയാഡ് ഓഫ് സെൽസ് ഉണ്ടാവുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2ൽ എന്താ ഉണ്ടാവുന്നത്? ടെട്രാഡ് ഓഫ് സെൽസ് ഉണ്ടാവുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 1ലാണ് എന്തുണ്ടാവുന്നത്? ഡയാഡ് ഓഫ് സെൽസ്. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2ൽ എന്തുണ്ടാവും? ടെട്രാഡ് ഓഫ് സെൽസ്. ഈ ടെട്രാഡ് ഓഫ് സെൽസ് എന്താണ്? ടെട്രാഡ് ഓഫ് സെൽസ് എന്താണ്? 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, മിയോസിസ് നടക്കുമ്പോൾ അറ്റ് ദ എൻഡിൽ എന്തുണ്ടാവും? അറ്റ് ദ എൻഡിൽ എന്തുണ്ടാവും? 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഉണ്ടാവും. നമ്മളിവിടെ പറയാതെ ഫസ്റ്റ് വെച്ച കുറച്ച് സംഭവമില്ലേ, ഇതാ ഇവിടെ എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുണ്ടാവും. എന്താണ്? മിയോസിസ് 1 is initiated after the parental chromosome have replicated to produce ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റ് ദ എസ് ഫേസ്. അതായത് എസ് ഫേസിൽ എന്തുണ്ടാവും? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടാവും, മറ്റേലുള്ള പോലെ തന്നെ. പിന്നെന്താണ്? മിയോസിസ് ഇൻവോൾവ് പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം. പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം എവിടെ ഉണ്ടാവും? മിയോസിസിൽ ഉണ്ടാവും. റീകോമ്പിനേഷൻ ഉണ്ടാവും എന്ത് തമ്മിൽ? ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം. മിയോസിസിൽ എന്തുണ്ടാവും? മിയോസിസ് ഇൻവോൾവ് എന്താണ്? പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം ബിറ്റ്വീൻ എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം തമ്മിൽ എന്ത് ചെയ്യും? പെയറിങ് നടക്കും. ഇതാണ് നമ്മൾ നേരത്തെ വിട്ട സെന്റൻസ്. ഇപ്പൊ ഇത് ഫുൾ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും വിചാരിക്കണം. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2 അല്ലെ? മിയോസിസ് 2ന്റെ എൻഡിൽ ഇതാ 4 ഹാപ്ലോയിഡ് സെൽസ്. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ടെട്രാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കും. മിയോസിസ് 2ന്റെ എൻഡിൽ എന്തുണ്ടാവുക? 4 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവും. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ടെട്രാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കും. അപ്പൊ അത്രയാണ് എന്ത്? മിയോസിസ് എന്ന് പറഞ്ഞാൽ. മിയോസിസ് 2 ആക്ച്വലി സെയിം എസ് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരാൾക്ക് മിയോസിസ് 2 സെയിം തന്നെയാണ്. പഠിക്കണം എന്നില്ല, സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, 2 സെല്ലിലായിട്ട് ഒരേ ടൈം നടക്കണോണ്ട് 2 പകരം 4 ഉണ്ടാവും എന്നുള്ള ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. 2 ഡോട്ടർ സെൽ ഉണ്ടായിക്കാണ്, 2 ഡോട്ടർ സെല്ലിനും എന്തുണ്ടാവുന്നുണ്ട്? വീണ്ടും മൈറ്റോസിസ് നടത്തും, ലാസ്റ്റ് 4 ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ മിയോസിസ് 1 എന്ത് ചെയ്യണം? കുറച്ച് ഡെപ്തിൽ പഠിക്കണം. കാരണം എന്താണ്? ഇതിലെ മെറ്റാഫേസും അനാഫേസും ടീലോഫേസും ഒക്കെ സെയിം ആ. കാരണം അവിടെ ഒരു ക്രോമസോം വരുന്നെങ്കിൽ ഇവിടെ 2 ക്രോമസോം വരുന്നുണ്ട് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മെറ്റാഫേസിലാണെങ്കിൽ ഡബിൾ മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ട്. അനാഫേസിലാണെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ക്രോമാറ്റിഡ്സ് പോളിലേക്ക് പോണതിന് പകരം ഇവിടെ ക്രോമസോം ഫുള്ളായിട്ട് പോളിലേക്ക് പോവാണ് എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. ടീലോഫേസും സെയിം തന്നെ. പ്രോഫേസിലാണ് വലിയ ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പ്രോഫേസ് ഭയങ്കര ലോങ്ങർ ആണ്, കോംപ്ലെക്സ് ആണ്. പ്രോഫേസ് ആണ് 5 ഡിവൈഡ് ചെയ്തിട്ടുള്ളതും ക്രോസിംഗ് ഓവറും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? പ്രോഫേസിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ചോദിക്കും,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉണ്ടാവുന്നത് ഏത് സ്റ്റേജിലാണ് ചോദിക്കും, കയാസ്മെറ്റ ഫോർമേഷൻ ഏത് സ്റ്റേജിലാണ് ചോദിക്കും, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റ ഏത് സ്റ്റേജിലാണ് ചോദിക്കും, ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് കാണുന്നത് ഏത് സ്റ്റേജിലാണ് ചോദിക്കും. അങ്ങനെ അതൊക്കെയാണ് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഈ സ്റ്റേജസിന്റെ ഓർഡർ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയകൈനസിസ്, ഇതിന്റെ ഓർഡർ എന്ത് ചെയ്യാം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ എന്താണ് ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്, സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്ത് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്? ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നറിയോ? ഒന്ന് എന്താന്ന് വെച്ചാല് കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസോം ഓഫ് ഈച്ച് സ്പീഷീസ്. എന്താണ് കൺസർവേഷൻ ഓഫ് എന്താണ് സ്പെസിഫിക് ക്രോമസോം ഓഫ് ഈച്ച് സ്പീഷീസ്. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് ഫാദറിന് 46 ഉണ്ട്, മദറിന് 46 ഉണ്ട്. ഇതെന്താണ്, മിയോസിസ് നടന്നിട്ട് 23 ആയോണ്ടാണ് ഇത് പിന്നെയും കൂടി ചേർന്ന് ഫെർട്ടിലൈസേഷൻ ആയിട്ട് നമുക്ക് 46 കിട്ടിയത് അല്ലെ. ഇതാണ് കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസ് ഓഫ് ഈ സ്പീഷീസ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് വീണ്ടും ആ 46, ഇപ്പൊ ഇത് നമ്മളെ മദർ ആണ്, ഇത് നമ്മളെ ഫാദർ ആണ്, ഇത് ചൈൽഡ് ആണ്. അപ്പൊ മദറിനും 46, ഫാദറിനും 46, ചൈൽഡിനും 46 അല്ലെ. ചൈൽഡിന് 46 കിട്ടണം, എല്ലാ ഹ്യൂമൻസിനും എന്തായിരിക്കണം 46 ക്രോമസോം ആയിരിക്കണം. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മിയോസിസ് ആണ്. മിയോസിസ് നടന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ മൈറ്റോസിസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞ പോലെ 46 വന്നിട്ട് എന്ത് ചെയ്യും, 92 വരും അല്ലെ. അപ്പൊ അതെന്തല്ല നമ്മളെ ക്രോമസോമിന്റെ കൺസർവേഷൻ അല്ല. അപ്പൊ കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസോം ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇവിടെ മിയോസിസ് നടന്നിട്ട് എന്ത് നടക്കുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് ക്രോമസോം നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു പോയിന്റ്. അടുത്തത് എന്താന്ന് വെച്ചാല് എന്താണ്, റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ബൈ ഹാഫിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ബൈ ഹാഫ്. ക്രോമസോം നമ്പർ എന്താണ്, ഹാഫ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മിയോസിസ് ആണ്. അടുത്തത് എന്താണ്, ജനറ്റിക് വേരിയബിലിറ്റി. ഓക്കെ, ജനറ്റിക് വേരിയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, മിയോസിസ് കാരണമാണ്. ഇതെന്താണ്, ദിസ് വിൽ ലീഡ് ടു എന്താണ്, ഇവല്യൂഷൻ. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ഇവല്യൂഷൻക്ക് ലീഡ് ചെയ്യും. ഇപ്പൊ ആലോചിച്ച് നോക്ക്, എന്താണ് മൈറ്റോസിസിന്റെ കേസിലാണെങ്കിൽ ഫാദറിന് എന്താണോ അല്ല പാരന്റിന് എന്താണോ അതന്നെ ആയിരിക്കും ഓഫ് സ്പ്രിംഗിലേക്ക് കിട്ടുക. മിയോസിസിലാണ് എന്ത് റീകോമ്പിനേഷനും ക്രോസിംഗ് ഓവറും എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുള്ളൂ, ഇവല്യൂഷൻ ഉണ്ടാവുള്ളൂ. ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവുള്ളൂ, ഇവല്യൂഷൻ ഉണ്ടാവുള്ളൂ. ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കണില്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ പാരന്റ്സിന്റെ ഡിക്റ്റോ ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാവാം, ഒരു വ്യത്യാസവും വരില്ലല്ലോ. ഇങ്ങനെ ഒരു എന്താണ് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യണോണ്ടും ജനറ്റിക് വേരിയബിലിറ്റി വരുന്നോണ്ടുമാണ് എന്ത് നമുക്ക് കുറച്ച് ഡിഫറൻസ് വരുന്നത് അല്ലെ. ദിസ് വിൽ ലീഡ് ടു എന്താണ്, ഇവല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ജനറ്റിക് വേരിയബിലിറ്റി വേണം. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എന്താണ്, മിയോസിസ്. ഇതാണ് എന്ത്, സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്താണ്, മിയോസിസ് ഇസ് ദ മെക്കാനിസം ബൈ വിച്ച് കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ് ഇസ് അച്ചീവ്ഡ് അക്രോസ് ദ ജനറേഷൻസ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ് ഈവൻ ദോ ദ പ്രോസസ് പാരഡോക്സിക്കലി റിസൾട്ട് ഇൻ ദ റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ബൈ ഹാഫ്. അതായത് ഇതിൽ ശരിക്കും എന്താ നടക്കുന്നത്, ക്രോമസോം നമ്പർ ഹാഫ് ആയാലും പാരഡോക്സിക്കലി എന്ന് പറഞ്ഞാൽ ഇൻ കോൺട്രാസ്റ്റ് എന്നാണ് കേട്ടോ. അതായത് ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നുണ്ട്, എന്നാ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ ഫെർട്ടിലൈസേഷൻ കൂടി ഇപ്പം എന്താണ്
ഫാദറിൻ്റെത് ഹാഫ് ആയിട്ട് 23 ആവുന്നുണ്ട് ഗാമിറ്റ് ഫോം ചെയ്യുമ്പോൾ. മദറിൻ്റെതും 23 ആവുന്നുണ്ട്. പക്ഷെ എന്താണ്, ഫെർട്ടിലൈസേഷൻ വഴി അവർ കൂടി ചേർന്ന് വീണ്ടും എന്താവുന്നുണ്ട്, 46 ആവുന്നുണ്ട്. അപ്പോൾ അവര് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്താലും എന്ത് ചെയ്യുന്നുണ്ട്, കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മിയോസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, ഇറ്റ് ആൾസോ ഇൻക്രീസ് ദ ജനറ്റിക് വേരിയബിലിറ്റി ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ഓർഗാനിസം ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. എന്താണ്, ജനറ്റിക് വേരിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മിയോസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. വേരിയേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രോസസ് ഓഫ് ഇവല്യൂഷൻ. വേരിയേഷൻസ് വന്നാലേ എന്തുണ്ടാവുള്ളൂ, ഇവല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ്, ഫസ്റ്റത് എന്താണ്, കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ്, അതാണ് ഒന്ന്. പിന്നെന്താണ്, റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ബൈ ഹാഫ്. പിന്നെന്താണ്, ഇറ്റ് ഇൻക്രീസ് ദ ജനറ്റിക് വേരിയബിലിറ്റി വിച്ച് ലീഡ്സ് ടു എന്താണ്, ഇവല്യൂഷൻ. ഇതാണ് എന്ത്, മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞ്, നമ്മൾ നേരത്തെ പറഞ്ഞ മിയോസിസ് പറഞ്ഞല്ലേ. മിയോസിസ് എന്താണ്, രണ്ട് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞ്, 1 ഉണ്ട് 2 ഉണ്ട് അല്ലെ. 1ലാണ് ക്രോമസോം നമ്പർ ഹാഫ് ആവണത്, 2ൽ എന്താണ്, പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല. കാരണം 2 റിസംബിൾസ് എന്താണ്, മൈറ്റോസിസ് അല്ലെ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ, മിയോസിസിന്റെ 1 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ്, അതിലും പ്രോഫേസ്, മെറ്റാഫേസ്, അനഫേസ്, ടീലോഫേസ് ഉണ്ട്. പ്രോഫേസിന്റെ അടിയിൽ തന്നെ എന്ത് വരുന്നുണ്ട്, പ്രോഫേസിന്റെ അടിയിൽ തന്നെ 5 സ്റ്റേജസ് വരുന്നുണ്ട്. ഓക്കെ. ഏതൊക്കെയാണ് 5 സ്റ്റേജ്, ഡിപ്ലോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, പിന്നെ ഏതാണ്, ഡയാകൈനസിസ് അല്ലെ. ഇതാണ് പ്രോഫേസിന്റെ അടിയിൽ വരുന്ന 5 സ്റ്റേജസ്. അപ്പൊ ഇത് നിങ്ങൾ മറക്കരുത്, പ്രോഫേസ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്, മെറ്റാഫേസ് ഉണ്ട്, ആനാഫേസ് ഉണ്ട്, ടീലോഫേസ് ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, അവിടെ ഒരു ക്രോമസോം ആണെങ്കിൽ ഇവിടെ എന്തുണ്ട്, 2 ഉണ്ട്. അവിടെ ക്രൊമാറ്റിഡ്സ് ആണ് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഹോമോലോഗസ് ക്രോമസോം ആണ് സെപ്പറേറ്റ് ആവുന്നത്. പിന്നെ മിയോസിസ് 1, മിയോസിസ് 2 ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എന്താണ്, മൈറ്റോസിസ്. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 1ൽ എന്തുണ്ടാവും, ഡയാഡ് ഓഫ് സെൽസ് ഉണ്ടാവും, 2 ഉണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2ൽ എന്തുണ്ടാവും, ടെട്രാഡ് ഓഫ് സെൽസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ മിയോസിസ് കഴിയുമ്പോൾ എന്താവും, നമുക്ക് 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസിന് എന്ത് ചെയ്യും, കിട്ടും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, മിയോസിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ, കൺസർവേഷൻ ഓഫ് ക്രോമസോം ഓഫ് ഈച്ച് സ്പീഷീസ്, റിഡക്ഷൻ ഓഫ് ക്രോമസോം നമ്പർ ബൈ ഹാഫ്, പിന്നെന്താണ്, ക്രോസിംഗ് ഓവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തുണ്ട്, ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. വായിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡൗട്ട് വരികയാണെങ്കിൽ ക്ലാസ് ഒന്നും കൂടി കാണാം. ഒരുവിധമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം, വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ്, ഒന്നാമത് നിങ്ങൾക്ക് ഞാൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ വരണം എന്നുള്ളത് എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞാണ്, മാർക്ക് ചെയ്തിക്കണം. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ടെക്സ്റ്റിലും അവിടെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു സൈന് കൊടുക്കുക. ഓക്കെ. ഇത് ഈ പ്രോഫേസ് 1ന്റെ ഈ 5 സ്റ്റേജസ് ഇല്ലേ, അവിടെ നിന്നാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അതേപോലെ പിന്നെ ഉള്ളത് മൈറ്റോസിസിലുള്ള ഓരോ സ്റ്റേജസ് ചോദിക്കും. മെറ്റാഫേസിൽ എന്താ നടക്കുന്നത്, ആനാഫേസിൽ എന്താ നടക്കുന്നത് എന്നൊക്കെ. യൂഷ്വലി കാണൽ ഈ പ്രോഫേസിലുള്ള ഓരോ ഇവന്റ്സ് തരും. ഇപ്പൊ ലെപ്റ്റോട്ടീൻ എന്നൊരു ഇവന്റ് തരും, എന്താണ് അവിടെ കണ്ടൻസേഷൻ നടക്കേണ്ടത്. സൈക്കോട്ടീൻ എന്നൊരു ഇവന്റ് തരും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇവന്റ്സിന്റെ ഓർഡറും അറിയണം, ഈ ഇവന്റ് ഏത് സ്റ്റേജിലാണ് നടക്കണമെന്നും കൂടി അറിയണം. അതായത് സൈഗോട്ടീനിൽ ഏത് ഇവന്റാണ് നടക്കണമെന്ന് അറിയണം, ആ ഇവന്റ്സിന്റെ എന്തും കൂടി അറിയണം, ഓർഡറും കൂടി അറിയണം. ഓക്കെ. അപ്പൊ വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ. അപ്പൊ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.